ലോകകപ്പ് ജയിച്ചെത്തിയ ടീമംഗങ്ങളെ കണ്ടതിന്റെ ആവേശം പങ്കുവയ്ക്കുകയായിരുന്നു ക്രിക്കറ്റ് ആരാധിക. ഇന്ത്യൻ ടീമംഗങ്ങളെ കാണാൻ, ലോകകപ്പ് എത്തുന്ന അവരെ കാണാൻ അതിരാവിലെ തന്നെ ആ വിമാനത്താവളത്തിലേക്ക് എത്തിയവരാണ് ഇവരെല്ലാവരും. ഇവർ ആവേശത്തിൽ തന്നെ ഓരോ താരങ്ങളെയും കണ്ട് അവർ വളരെ ദൂരത്തിൽ നിന്ന് പോലും ആർത്ത് വിളിച്ച് അവരെ ബസ്സിൽ കയറ്റി. എന്നാലും ബസ് ടീം പുറപ്പെട്ടു. നേരത്തെ KP സൂചിപ്പിച്ച പോലെ ITC മൗര്യ ഹോട്ടലിലേക്ക് ആണ് ടീം പോകുന്നത്. അവിടെ നിന്ന് ഒന്ന് ഫ്രഷായ ശേഷം പ്രധാനമന്ത്രിക്കൊപ്പം ഉള്ള പ്രഭാത ഭക്ഷണമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. വളരെ സമയമെടുത്ത് തന്നെ പ്രധാനമന്ത്രി ഓരോ ടീം അംഗത്തെയും കണ്ട് സംസാരിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്നാലും വളരെ ആവേശകരമായിട്ടുള്ള ദിവസം. അന്ന് അവിടെ ബാർബഡോസിൽ അവിടെ കിരീടം ഉയർത്തിയ ശേഷം ഇത്രമാത്രം ആവേശം തോന്നാനുള്ള ഒരു സാഹചര്യമുണ്ട് ഈ ദിനത്തിൽ. കാരണം ലോകകപ്പ് അവർ ഇന്ത്യയിലേക്ക് എത്തിച്ചു. ഇന്ത്യൻ മണ്ണിൽ അവർക്ക് KP ഈ വഴിനീളെ കാത്തു നിൽക്കുന്നുണ്ട് ആരാധകർ. ബസ്സിനൊപ്പം ഓടി ഓടി അവർ ടീമംഗങ്ങൾക്ക് അവരുടെ ഐക്യദാർഢ്യം, അവരുടെ സന്തോഷം, സ്നേഹം ഒക്കെ പ്രകടിപ്പിക്കുകയും ചെയ്തു. നേരത്തെ KP സംസാരിച്ചുകൊണ്ടിരുന്ന പോലെ തന്നെ ഈ പലപ്പോഴും തൊട്ടില്ല എന്നുള്ള മട്ടിൽ കപ്പിനുണ്ടിന്റെ അടുത്തേക്ക് പോയതാണ് നമുക്ക് 2014 2020 ലോകകപ്പിൽ ഉണ്ടായി. മാത്രമല്ല വെസ്റ്റ് ഇൻഡീസിലെ തോൽവി ഉണ്ടായി ഏകദിന ലോകകപ്പിൽ. കഴിഞ്ഞ ലോകകപ്പിൽ സ്വന്തം മണ്ണിൽ ഏകദിന ലോകകപ്പിൽ ഇന്ത്യയിൽ വെച്ച് ആ കിരീടം നഷ്ടമായി. അതിനൊക്കെ ആ മുറിവുകളൊക്കെ മായ്ക്കുന്ന തരത്തിലായിരുന്നു ഇത്തവണ വെസ്റ്റ് ഇൻഡീസിൽ പോയി രാഹുൽ ദ്രാവിഡിന്റെ കോച്ചിങ്ങിൽ, രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ആ കിരീടം സ്വന്തമാക്കുന്നത്. അത് ഒരുപക്ഷെ വളരെ മനോഹരമായിട്ടുള്ള അനുപമമായിട്ടുള്ള നേട്ടമാണ്. 2020 എന്നുള്ളത് വളരെ ചെറിയ ക്രിക്കറ്റ് പതിപ്പായി ഒക്കെ പലരും പറയുമ്പോൾ പോലും ലോക ക്രിക്കറ്റിലെ അനിഷേധ്യർ, അത് ഏകദിനത്തിൽ, ടെസ്റ്റിൽ, ലോക ചാമ്പ്യൻഷിപ്പ് ഇല്ല എങ്കിൽ പോലും ലോക ക്രിക്കറ്റിലെ അനിഷേധ്യർ തങ്ങളാണ് എന്ന് വീണ്ടും ഉറപ്പിക്കാൻ പോകുന്ന ഒരു പ്രകടനം അത് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിൽ കാഴ്ചവെക്കുകയും ചെയ്തു. ഈ ആരാധകരുടെ ആവേശം അത് എങ്ങനെയാണ് KP വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കുക? തീർച്ചയായും എൽദോ, ഇതാ ഈ ദൃശ്യങ്ങൾ തന്നെ നോക്കൂ. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥിക്ക് സ്വീകരണം ഒരുക്കുന്നത് പോലെ, അങ്ങനെ ആ വാഹനം കടന്നു പോകുന്നത് പോലും സാവധാനമാണ്. സാധാരണ നമുക്കറിയാമല്ലോ, ഈ ടീം അംഗങ്ങളെയും കൊണ്ടുപോകുന്ന വാഹനമൊക്കെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കി പൈലറ്റ് വാഹനങ്ങളുടെ അകമ്പടിയോടെ വളരെ വേഗത്തിലൊക്കെയാണ് കടന്നു പോകുന്നത്. എങ്കിൽ ഇതിപ്പോൾ വളരെ സാവധാനമാണ് ആ ഹോട്ടലിലേക്ക് പോലും പോകുന്നത്. അങ്ങനെ പോകാനുള്ള കാരണം എന്നത് അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ച ഒരു ആരാധിക തന്നെ, അവർ രാവിലെ മുതൽ കാത്തിരിക്കുകയാണ് ഈ ടീം അംഗങ്ങളെ ഒരു നോക്ക് കാണാൻ. അത് എന്നത് ഒരു മിന്നായം പോലെ എന്നൊക്കെ നമുക്ക് പറയാമല്ലോ എൽദോ. ഈ വാഹനമംഗം കടന്നു പോകുമ്പോൾ ഈ താരങ്ങളൊന്ന് കൈ ഉയർത്തുന്നു, അഭിവാദ്യം ചെയ്യുന്നു. ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. അങ്ങനെയാണ് ഈ നൂറുകണക്കിന് ആരാധകർ നേരത്തെ ഈ വിമാനത്താവളത്തിന് പുറത്ത് അടക്കം കാത്തിരുന്നത്. ഇപ്പോഴും ഈ വാഹനം കടന്നു പോകുന്ന വഴിയിൽ ഉൾപ്പെടെ ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ എവിടേക്കാണ് ഈ താരങ്ങൾ കൃത്യമായി പോവുക, എവിടെയാണ് വിശ്രമിക്കുക, ഏത് ഹോട്ടലിലാണ് താമസിക്കുക എന്നതൊന്നും സംബന്ധിച്ച് കൃത്യമായ വിവരമൊന്നുമില്ല. ഏതാണ്ട് ഊഹങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കാത്തിരിപ്പ്. പക്ഷേ വിമാനത്താവളത്തിലേക്ക് വളരെ നേരത്തെ തന്നെ ആരാധകർ ഒഴുകിയെത്തിയിരുന്നു. അവർ ഈ താരങ്ങൾ ആ വിമാനത്താവളത്തിൽ നിന്ന് വാഹനത്തിലേക്ക് കടക്കുന്ന, അതായത് ടീം അംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ വാഹനമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ടീം ബസ്സിലേക്ക് കയറുന്ന ആ ഒരു നിമിഷം താരങ്ങളെ അഭിസംബോധന ചെയ്യുക, അവർക്ക് അഭിവാദ്യം അർപ്പിക്കുക, അതിനുവേണ്ടി മാത്രമായിട്ടാണ് ഇത്രയധികം ആരാധകർ കാത്തിരുന്നത്. പക്ഷേ എൽദോ, വൈകിട്ടാവുമ്പോൾ ഈ ആംബിയൻസ് ഒക്കെ മാറുമെന്നതിൽ ഒരു തർക്കവുമില്ല. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയും സ്വീകരണവും ഒക്കെയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉൾപ്പെടെ കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ. പക്ഷേ അത് നമുക്ക് സ്ഥിരീകരിക്കാനാവില്ല. യഥാർത്ഥത്തിൽ ഒരു ഉത്സവ അന്തരീക്ഷത്തിലേക്ക് പോകുക തീർച്ചയായും വൈകിട്ടായിരിക്കും. മുംബൈയിലേക്ക് എത്തുമ്പോഴായിരിക്കും. അവിടെ നടക്കുന്ന റോഡ് ഷോ എന്നത് ഒരു ഉത്സവ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. മാത്രവുമല്ല, എൽദോ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ ഫൈനൽ മത്സരത്തിന്റെ അന്ന് രാവിലെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കിരീടം എന്നത് ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടമായിട്ടുള്ള അവസരങ്ങൾ നിരവധിയായിരുന്നു. അതിനൊക്കെ ഒരു വിരാമമാകുന്നു. മാത്രവുമല്ല, രാഹുൽ ദ്രാവിഡ് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വൻമതിൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രാഹുൽ ദ്രാവിഡിന്റെ പരിശീലനത്തിൽ ആണ് ടീം ഇന്ത്യ ഇത്തരത്തിലൊരു കിരീട നേട്ടം കൈവരിച്ചത്. ഇതിനു മുമ്പ് അങ്ങനെ 2 കിരീടങ്ങൾ നേടുവാനുള്ള അവസരമുണ്ടായിരുന്നുവെങ്കിലും പടിക്കൽ കലം ഉടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മാറിയിരിക്കുന്നു. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഏകദിന ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടം തന്നെ നമുക്ക് ഓർമ്മയുണ്ടാകും. തോൽവി അറിയാതെ മുന്നേറിയ ഇന്ത്യ ഓസ്ട്രേലിയക്ക് മുന്നിൽ അടിപതറുമ്പോൾ
അത് ആരാധകരെ അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഈ ടൂർണമെന്റിലേക്ക് വരുമ്പോൾ മറ്റു പല ടൂർണമെന്റുകളിലും നമ്മളെ തോൽപ്പിച്ചവരെ, ഇന്ത്യയെ തോൽപ്പിച്ചവർക്ക് ഒരു മധുര പ്രതികാരം എന്ന തരത്തിലുള്ള തിരിച്ചടി നൽകാൻ ടീമിന് സാധിച്ചിരുന്നു എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതൊക്കെ ഈ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആവേശം നൽകുന്ന ഒന്നായിരുന്നു. അങ്ങനെയാണ് ഫൈനൽ പോരാട്ടത്തിലേക്ക് എത്തുന്നത്. അതുമാത്രവുമല്ല എൽദോ, ഇവിടെ എടുത്തു പറയേണ്ടത് ഈ ടീം അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാധകർക്ക് പലപ്പോഴും ടീം ഇന്ത്യ എന്നതിനപ്പുറത്ത് ചില താരങ്ങളോട് പ്രത്യേകമായ ആരാധനയൊക്കെ ഉണ്ടാകും. അതിലിപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് വിരാട് കോഹ്ലി തന്നെ ആകണം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ടൂർണമെന്റിൽ എൽദോ നമുക്കറിയാമല്ലോ, പൊതുവെ വിരാട് കോഹ്ലിയുടെ പ്രകടനം വളരെ മോശമായിരുന്നു. എന്തിനാണ് വിരാട് കോഹ്ലിയെ പോലെ ഒരു താരത്തെ ഇനിയും തുടരുന്നത്? ഫൈനൽ പോരാട്ടത്തിലൊക്കെ വിരാട് കോഹ്ലിയെ മത്സരിപ്പിക്കേണ്ടതുണ്ടോ എന്ന് പോലും ചോദിച്ച ക്രിക്കറ്റ് നിരീക്ഷകർ ഉൾപ്പെടെ ഉണ്ടാകുന്നു. അവിടെയാണ് വിരാട് കോഹ്ലി ഫൈനൽ പോരാട്ടത്തിൽ തന്റെ കളി മികവ് പുറത്തെടുക്കുകയും അങ്ങനെ ഇന്ത്യയുടെ വിജയത്തെ നിർണായകമാവുകയും ചെയ്യുന്നത്. സൂര്യകുമാർ യാദവിന്റെ ആ ഒരു ക്യാച്ച് മത്സരത്തിന്റെ ഗതിയെ എങ്ങനെയാണ് മാറ്റിയത് എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നു. ഹാർദിക് പാണ്ഡ്യ എന്ന താരം ഏറെ വിമർശനങ്ങൾ നേരിട്ടതാണ് എങ്കിൽ 30 ബോളുകൾ ശേഷിക്കെ, 30 പന്തുകൾ ശേഷിക്കെ 30 റൺസ് മതി ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാൻ എന്നിരിക്കെ 6 വിക്കറ്റുകളും അക്കൗണ്ടിൽ ബാക്കിയിരിക്കെ മത്സരം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ തിരിച്ചുവരവുണ്ടാകുന്നു. ബുംറ കൃത്യമായി പന്തെറിയുന്നു. ഇങ്ങനെ ഏതൊക്കെ താരങ്ങൾക്കാണോ ആരാധകർ അധികമായുള്ളത് ആ താരങ്ങളെല്ലാം അവരുടെ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന, ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു ഫൈനൽ പോരാട്ടത്തിൽ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആരാധകരുടെയും വലിയൊരു പങ്കാളിത്തം എൽദോ തീർച്ചയായും നമുക്ക് ഈ സ്വീകരണ ചടങ്ങുകളിൽ അടക്കം നമുക്ക് മുംബൈയിൽ കാണാൻ സാധിക്കും. അവിടെ കൃത്യമായ റോഡ് ഷോ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ റോഡ് ഷോയിൽ ആയിരക്കണക്കിന് ക്രിക്കറ്റ് ആരാധകർ പങ്കെടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനുശേഷം സ്റ്റേഡിയത്തിൽ തന്നെയാണ് സ്വീകരണ ചടങ്ങ് ഔദ്യോഗികമായി ഒരുക്കിയിട്ടുള്ളത്. ഈ സമ്മാനത്തുക ഉൾപ്പെടെ കൈമാറുന്ന ചടങ്ങ് അവിടെയാണ്. അവിടെ ഇതാ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഫോൺ ഈ സെൽഫി എടുക്കുന്നതിന് വേണ്ടി, ചിത്രങ്ങൾ എടുക്കുന്ന സെൽഫിയല്ല, ഈ വാഹനത്തിന്റെ ചിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടി എല്ലാവരും മൊബൈലുകൾ ഉയർത്തിപ്പിടിച്ച് ഈ താരങ്ങൾ കടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പകർത്താൻ ഉള്ള ഒരു വലിയ തിരക്ക് ആ വിമാനത്താവളത്തിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനിയിപ്പോൾ ഹോട്ടലിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ, ഹോട്ടലിലേക്ക് എത്തുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു ആൾക്കൂട്ടത്തിനുള്ള സാധ്യതയുണ്ട്. സാധാരണ ഈ ഡൽഹിയിലെത്തിയാൽ താരങ്ങൾ തങ്ങുന്നത് ITC മൗര്യയിൽ തന്നെയാണ്. അതുകൊണ്ട് അവിടേക്ക് തന്നെയായിരിക്കും താരങ്ങൾ എത്തുക എന്നത് ഏതാണ്ട് ആരാധകർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവിടെയും ഒരു പക്ഷേ ഈ തരത്തിലുള്ള ആൾക്കൂട്ടം കാണുവാനുള്ള വലിയ സാധ്യത തന്നെയാണ് നമുക്കിപ്പോൾ ഉള്ളത്. എന്തായാലും മുംബൈയിൽ ഇപ്പോൾ തന്നെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആരാധകർ ഇപ്പോൾ തന്നെ വലിയ കാത്തിരിപ്പിൽ തന്നെയാണ്. വൈകിട്ടാണ് ഈ ടീമംഗങ്ങൾ എത്തുന്നത് എങ്കിൽ പോലും അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി, അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഇപ്പോൾ തന്നെ ഈ ആരാധകരുടെ ഒരു തയ്യാറെടുപ്പ് ഊർജിതമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനത്തിന്റെ നിമിഷങ്ങൾ തന്നെയാണ്. കൈവിട്ടു പോയി എന്ന് എല്ലാവരും വിധി എഴുതിയ ഒരു മത്സരത്തിൽ അതിശക്തമായി തിരിച്ചു വന്നുകൊണ്ട് ത്രസിപ്പിക്കുന്ന ഒരു ജയത്തിലൂടെയാണ് ഈ 2024 T20 ലോകകപ്പ് കിരീടം ഇന്ത്യ ചൂടിയത്. ആ കിരീട പോരാട്ടത്തിന്റെ ആവേശം ഒട്ടും ചോരാത്ത തരത്തിലുള്ള സ്വീകരണം തന്നെയാണ് രാജ്യത്ത് നമ്മുടെ താരങ്ങൾക്ക് വേണ്ടി ആരാധകർ ഒരുക്കിയിട്ടുള്ളത്. ആ സ്വീകരണ ചടങ്ങിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ ടീം എത്തിയിട്ടുള്ളത്. 70 അംഗ സംഘം ഇതാ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു, ജന്മനാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. വിശ്വകിരീടം ചൂടിക്കൊണ്ടാണ് ടീം അംഗങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്. പക്ഷേ ആ കിരീടം തന്നെ കാണാൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കിരീടം തന്നെ കാണുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. അങ്ങനെ ആ കിരീടം ഉയർത്തിയുള്ള രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും വരവ് കാണുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ രാഹുൽ ദ്രാവിഡിനെ ഒരു കാലഘട്ടത്തിൽ സ്നേഹിച്ചിരുന്ന നിരവധി ക്രിക്കറ്റ് ആരാധകരുണ്ട്. അങ്ങനെയുള്ള ആ വൻമതിലിന് കീഴിൽ അണിനിരുന്ന ടീം അംഗത്തെ കാണുന്നതിന് വേണ്ടിയൊക്കെ ആരാധകർ ഇങ്ങനെ തടിച്ചുകൂടുകയാണ്. അവരുടെ എണ്ണം കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും കൂടുതൽ ആളുകൾ, ഈ ക്രിക്കറ്റ് ആരാധകർ ടീം അംഗങ്ങളെ കാണുവാനായി എത്തുന്നു എന്നുള്ളതാണ് സാഹചര്യം. ഇപ്പോൾ ഡൽഹിയിലാണ് ടീം അംഗങ്ങൾ ഉള്ളത്. അതിനുശേഷം പ്രധാനമന്ത്രി നൽകുന്ന സ്വീകരണത്തിനൊക്കെ ശേഷമാണ് മുംബൈയിലേക്ക് ടീം അംഗങ്ങൾ തിരിക്കുക. ഇനിയുള്ള മണിക്കൂറുകളിൽ വളരെ പ്രധാനപ്പെട്ടതായുള്ള ചടങ്ങ് എന്നത് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച തന്നെയാണ്. അദ്ദേഹം ഓരോ ടീം അംഗങ്ങളെയും നേരിട്ട് അഭിനന്ദിക്കും. അതിനുശേഷം പിന്നീട് പ്രഭാത ഭക്ഷണത്തിലേക്ക് കടക്കും. അങ്ങനെ ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് ഈ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച അവസാനിക്കുക എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ടൈം ഷെഡ്യൂൾ. ഒരു പക്ഷേ അതിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം എൽദോ.